അമ്മുവിന്റെ ഈ വ്ളോഗിന് എന്റെയും എന്റെ ന്യൂ ബേബിയുടെ എല്ലാവിധ ആശംസകളും. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. സാരി മേടിച്ചു കൊടുക്കുന്നു, എല്ലാവർക്കും പറയുന്നു പറഞ്ഞ് എല്ലാവരും കൂടെ എന്നെ പേര് ചോദിക്കും. പക്ഷെ എനിക്ക് ഇതായിരുന്നു നല്ല ചെയ്യുന്നത് ആക്ച്വലി. ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് വളകാപ്പ് 2ന്റെ വ്ളോഗാണ്. തപ്നയിൽ കണ്ടപ്പോൾ എല്ലാവർക്കും മനസ്സിലായി കാണാമല്ലോ, നമ്മുടെ ആതിരമുരളിയുടെ വളകാപ്പാണ്. ആദ്യത്തെ വളകാപ്പിന് എനിക്ക് വരാൻ പറ്റിയില്ല, ജാനിയുടെ ഇതായിരുന്നപ്പോൾ എനിക്ക് എക്സാം ആയിരുന്നു, ഞാൻ വന്നില്ല. ഇന്ന് എനിക്ക് വീഡിയോ എടുത്ത് തരുന്നത് ആരാണ്? എന്തെങ്കിലും സുന്ദരിയായിട്ടിരിക്കുന്നത് കൊള്ളാമോ? ഞാൻ ഒരുങ്ങിയത് കൊള്ളാം. ഫേക്കായിട്ട് അഭിനയിക്കുന്നു, ഇങ്ങനെയൊന്നല്ല, വാ തുറന്ന ചന്ത. പാട്ടൊക്കെ സെറ്റ് ചെയ്ത എല്ലാരും പറഞ്ഞു കേട്ടോ. ഓ വന്നിട്ടുണ്ട്. പെടലി എന്ത് പറ്റി അതിന് ഇങ്ങനെ റിച്ച് ആവാൻ പറ്റും. എന്താ എന്നെ പറ്റി കുറ്റം പറയാൻ? ഞാൻ ഇവിടെ വെറുതെ കൈ കാണിക്കുന്നുണ്ടില്ലേ? ഇത് പറഞ്ഞു ഞാൻ കാട്ടിപ്പോയി. ഇത് വണ്ണം വെച്ച് അതിപ്പോഴത്തെ ഫാഷനാണ്, ദുബായ് ഫാഷൻ. വളകാപ്പാണോ? തെറ്റല്ല. ഇയാളുടെ വളകാപ്പാണോ? മോൾട്ടി പോസ്റ്റ് അടിച്ചിരിക്കുകയാണ്. അതെ, നമ്മുടെ സൈഡ് ഞാൻ അങ്ങനെ ഇത്രയും ആഡംബരമായിട്ട് കുഴപ്പമില്ലല്ലേ? ഇതിന് ചെവി നോക്ക് ഗൈസ്, അപ്പുറത്തെ ചെവി കാണിക്കും. കാണിക്കുന്നത് ഇതാണ് പുതിയ ട്രെൻഡ്. ഹലോ, നീ പോണില്ല ഗൾഫില്? അവിടെ യുദ്ധം. അവിടെ യുദ്ധമല്ലേ? യുദ്ധം കഴിയുമല്ലോ. മിസ് ചെയ്തില്ലേ? മിസ് ചെയ്യില്ലേ? സൺഡേ മിസ് ചെയ്തില്ലേ? മിസ് ചെയ്തത് നമ്മള് രക്ഷപ്പെട്ടു. മിസ് ചെയ്ത് മിസ് ചെയ്ത എടാ എനിക്ക് ഫോട്ടോ അയച്ചു തരുമോ? ഞാൻ എടുക്കുന്നത്. പൊന്നിന്റെ വളകാപ്പിന് ആതിര ചേച്ചി ഇതുപോലെ ഒരു ചെയറിട്ട് അവിടെ ഇരുന്നു. ഇതേപോലെ ആതിര ചേച്ചി വളകാപ്പിനൊക്കെ പൊന്നും അതേപോലെ ചെയറിട്ട്. എന്നെ തേങ്ങ പറയുന്നത് മനസ്സിലായോ? ഇല്ല. ജയശേട്ടനല്ല, ആദ്യം ആദ്യക്ക് കൊടുക്കും. ഹലോ. അയ്യോ ചവിട്ടിപ്പോയി. നിഷ പ്രതീഷ് തിരിച്ചു വാ.
ചേച്ചിയുടെ ഔട്ട്ഫിറ്റ് കണ്ടോ നിങ്ങൾ? ഗൈസ് ഇത് ഞാൻ ഇന്നലെ രാത്രി കൊണ്ട് സെറ്റ് ചെയ്ത ഔട്ട്ഫിറ്റാണ്. നന്നായിട്ടുണ്ട്. കമ്മല് പഴയത്. ചാവട് ഇതിപ്പോ എന്താ പറഞ്ഞത്? ഇപ്പൊ എന്താ പറഞ്ഞത്? ഇന്നത്തെ ദിവസം ഏതാ? ഡേറ്റ് പറ. ഡേറ്റ് മാർച്ച് 1. മാർച്ച് 1. ഇതായിരുന്നു നല്ല ചേരുന്നത് ആക്ച്വലി. ഞാൻ വേറൊരാളെയും കൂടെ കാണിച്ചു തരാം. ജാനി രണ്ടുപേരും കിടിലോ. ഇതാണ് കറക്റ്റ് ഔട്ട്ഫിറ്റ്. എന്തടി നേരത്തെ വന്നത്? എല്ലാം കഴിഞ്ഞിട്ട് വന്ന? എവിടെ പോയിട്ട് നാട്ടൊക്കെ കഴിഞ്ഞു? അൻസാദിലൊരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. എന്താ വേണ്ട. എങ്ങനെയുണ്ട് ഞാൻ? ഇത് അമ്മയുടെ ഡ്രസ്സ് വന്നേ. അതെ അതെ അതെ. കഴിക്കാം. ആരാ വാടകയ്ക്ക് വന്നേ? നീയോ? നമ്മളങ്ങനെ ഫുഡ് കഴിക്കാൻ പോവാണ്. റിയ ഫുഡ് കഴിക്കാൻ സമയപ്പോൾ കറക്റ്റ് വന്നിട്ടുണ്ട്. നീ എങ്ങനെ മണത്ത് വന്നാ? അല്ലേ മണത്ത് വന്നല്ലേ? ഇവിടെ അത്യാവശ്യം നല്ല ചൂടുണ്ടെന്നാണ് പറയുന്നത്. ജെസ്സി ആന്റി നല്ല ഡ്രസ്സാണ് ഇട്ടേക്കുന്നത്. നല്ല ഡ്രസ്സ് നല്ല തരൂല. ഞാൻ തരത്തില്ല. ഞാൻ തരാം. കോപ്പറേറ്റ് നമ്മുടെ ഫുഡ് അത് ഞാൻ എടുത്തു പറയണം. എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ വേറൊരു ബെസ്റ്റ് ഫ്രണ്ട്, കുറേ ബെസ്റ്റ് ഫ്രണ്ട്സ് ഉണ്ട് എനിക്ക്. ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ കാറ്ററിംഗ് ആണ് പാർത്ഥസാരഥി ഫ്രം മലയിൽ കീഴ്. കഴിച്ച് നോക്കിയിട്ട് ഇതെന്തിനാ എന്റെ ബ്ലോഗിൽ പറഞ്ഞത്? എനിക്ക് അയച്ചു തരണേടി. ദേവസേനയെ പോലത്തൊരു ലുക്കാണ് ആതിരമുരളി നോക്കിയത്. ഞാൻ ദേവസേനയും. അപ്പോ ഇവിടെ രാവിലെ ഇങ്ങനെ നിൽക്കുമല്ലേ? അമ്മുവിൻ്റെ ഈ വ്ളോഗിന് എൻ്റെയും എൻ്റെ ന്യൂ ബേബിയുടെ എല്ലാവിധ ആശംസകളും. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ്. ഓ ഇപ്പഴും ഭംഗി തന്നെ കേട്ടാ. രാവിലെ മേക്കപ്പ് ഇട്ടതാണ്. രണ്ടുപേരുടെ ചത്ത്. ഇത് ചത്ത്. ഇവർക്കൊന്നും സാരി പറഞ്ഞിട്ടില്ല. ഇത് ദേവസേനയുടെ അതാണോ ഉദ്ദേശിച്ചത്? സത്യമായിട്ടും അല്ല പറഞ്ഞാൽ ഞാൻ ഭയങ്കര റീസൺ പ്രസംഗത്തിൽ നിൽക്കുന്നത്. സത്യമായിട്ട് ഇത് പ്ലാൻ ചെയ്തതല്ല. സത്യം കാര്യം നമ്മളിത് ഹെയർ ഒക്കെ ചെയ്ത് നമ്മൾ ഒരു മെസ്സി ഹെയർ ടൈപ്പാണ് ഉദ്ദേശിച്ചിരുന്നത്. എല്ലാം ചെയ്ത് വന്ന് ലാസ്റ്റ് ആയപ്പോഴത്തേക്കും ഇങ്ങനെ ആയതാ. ഇതാരെ ഫസ്റ്റ് കണ്ടുപിടിച്ച ദേവസേന പോലെ ഇരിക്കുന്നത്? ആ പാട്ടെടുത്തപ്പോഴും ഞാൻ അല്ല മുന്നേ നമ്മളിങ്ങനെ ഏതോ ഈ ആഴ്ചയുടെ ആണോ തോന്നുന്നു. ഞാൻ നോക്കി കളർ കോമ്പിനേഷൻ കൂടെ വരും തോന്നുന്നു. അങ്ങനല്ല ഞാൻ നോക്കിയത് ആരെ പോലെ ഇരിക്കുന്നത്. കുറച്ച് പാട്ട് കിടപിടിച്ച ഞാൻ ദേവസേന അത് തന്നെ അതേപോലെ എന്നെ കോപ്പി ചെയ്തു. മറ്റേ പാട്ട് ഈ കോളേജ് കാണാൻ പോലെ ഡ്രസ് ഇനി നൈറ്റ് അവരെന്നോട് പാട്ടുണ്ടായിട്ട് വെച്ചിട്ടുണ്ടല്ല. ഓക്കെ സമയം കഴിഞ്ഞു. പാട്ടുണ്ടല്ലോ. ആതിരയുടെ പരിപാടി കഴിഞ്ഞു. പ്രോഗ്രാം കഴിഞ്ഞു. ഇനി എവിടെയാ ഡാൻസ്? ജാനി ബൈ. അപ്പൊ നമ്മളിവിടെ നിന്ന് ഇറങ്ങാൻ പോവാണ് കേട്ടോ. ഒരാൾ താഴെ നേരത്തെ വന്നിരിപ്പുണ്ട്. കാണിച്ചു തരാം. അമ്മ എന്നോട് ചോദിക്കുന്ന ആരടുത്ത് സംസാരിക്കുന്നേ? ഒറ്റയ്ക്കിരുന്നു. പൈസ കൊടുക്കുള്ളൂ. ഡെയിലി കുടിച്ച എച്ചി എന്നും എച്ചി. എന്റെ വയസ്സിന് മുതിർന്ന ആൾക്കാർ ഇവിടെ ഞാൻ കൊടുക്കണ്ട. വേണ്ട. ഗൈസ് എൻ്റെ ഡ്രസ്സ് ഇന്നലെ വൈകുന്നേരം വരെ സെറ്റായില്ലായിരുന്നു. ഞാൻ പിന്നെ രാത്രി ഓടി നടന്നിട്ടാണ് ഈ ബ്ലൗസും സാരി വെച്ചത്. ഇതെൻ്റെ വല്യമ്മയുടെ സാരിയാണ്. ബ്ലൗസ് എൻ്റെ പഴയതാണ്.
എൻ്റെ കയ്യിൽ അത്യാവശ്യം സാരിയും ബ്ലൗസൊക്കെ ഉണ്ട്. പക്ഷെ അത് എല്ലാം ഒരു ബ്ലൂ ഷെയ്ഡിലൊക്കെ വരുന്ന സാരിയാണ് കൂടുതലും. ബാക്കിയൊക്കെ ഞാൻ ഈ ഇടയ്ക്ക് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ചേച്ചി ബ്ലൂ ആണ്, ആദ്യ ചേച്ചി ബ്ലൂ സാരി ആയതുകൊണ്ട് ആർക്കും ബ്ലൂ ഇടരുതെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ബ്ലൂ മാറ്റി പിടിച്ച് വേറെയൊക്കെ നോക്കി. പക്ഷെ എൻ്റെ വേറെ ഒരു സാരിയും ഇല്ല. ബ്ലൗസൊക്കെ ഒരുപാടുണ്ട്, സാരി കുറവാണ്. അങ്ങനെ ഞാൻ എൻ്റെ വല്യമ്മയുടെ പോയിട്ടാണ് ഈ ഒരു സാരി ഒപ്പിച്ചത്. എന്നിട്ട് എൻ്റെ വീട്ടിലിരുന്ന ഒരു ബ്ലൗസ്, പഴയ ബ്ലൗസാണ്. ഇതിൻ്റെ സ്ലീവ് ഞാൻ ഇളക്കി കളഞ്ഞു. എന്നിട്ട് സ്റ്റൈൽ ചെയ്തു. പക്ഷേ ഇവിടെ വന്നപ്പോഴത്തേക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. നല്ല സാരി എന്നൊക്കെ എല്ലാവരും പറഞ്ഞു. സാരി തിരിച്ചു കൊടുക്കാൻ എനിക്ക് തോന്നുന്നില്ല, അത്ര വിഷമം വരുന്നുണ്ട്. കുഴപ്പമില്ല, ഇനി വാങ്ങിച്ചു കൊടുക്കാം. നിശ്ചയിച്ചിക്ക് എന്ത് തോന്നുന്നു എൻ്റെ സാരി കണ്ടിട്ട്? ഞാൻ സാരിനെ പറ്റി പറഞ്ഞു. ഇവരെല്ലാവരും എന്നെ പേടിപ്പിച്ചുകൊണ്ടിരുന്നു. നമ്മളിപ്പോൾ വീടുവരെ പറയും ഞാൻ വേറെ ഒരാളുടെ സാരി മേടിച്ചു കൊടുക്കുന്നു, സാരി മേടിച്ചു കൊടുക്കുന്നു, എല്ലാവർക്കും പറയുന്നു പറഞ്ഞ് എല്ലാവരും കൂടെ എന്നെ പേടിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷെ എനിക്ക് കുഴപ്പമില്ല അല്ലേ? കുഴപ്പം നല്ല സാരി. വലിയ ഇത്രയും വലിയ സാരി ഉണ്ടായിരുന്നു അറിഞ്ഞൂടെ. ഞാൻ ഒരു പ്രാവശ്യം വലിയപ്പോൾ പള്ളിയിലുള്ള വന്നപ്പോഴാണ് നോട്ടീസ് ചെയ്തത്. എന്നിട്ട് ഇന്നലെ ഇങ്ങനെ വിഷമിച്ചിരുന്നപ്പോഴാണ് ഞാൻ വെച്ചാൽ സാരി ഉണ്ടല്ലോ, ഉടനെ പോയി വലിയ എടുത്ത് തന്നു, അന്ന് എടുത്തു കൊടുത്തു. നമ്മൾ വീട്ടിൽ പോയിട്ട് ഡ്രസ്സ് മാറ്റുക, കിടക്കുക, അതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ വീഡിയോ എന്നെ എഡിറ്റ് ചെയ്തിടുമെന്ന് എനിക്ക് തന്നെ അറിഞ്ഞൂടാം. എഡിറ്റ് ചെയ്തിടുമ്പോൾ കാണാം.